കൊല്ലം അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഒരുക്കം പുരോഗമിക്കുന്നു. 24-ന് പുലർച്ചെ 4 മുതൽ വൈകിട്ട് 5 വരെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. തൃക്കരിവ കുറ്റിയഴികം ദേവസ്വം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ 24-ന് പുലർച്ചെ 4-ന് ആരംഭിച്ച് വൈകിട്ട് 5-ന് സമാപിക്കും. തൃക്കരിവ കുറ്റിയഴികം ദേവസ്വം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. അവിടുത്തെ ബാഹുബലി ജൂലൈ മാസം 24-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ആരംഭിച്ചു വൈകിട്ട് 5 മണിക്ക് സമാപിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലെ ഏക ത്രിവേണി സംഗമമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതായത് അറബിക്കടലും കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തുന്നത്. ജ്യോതിഷ പണ്ഡിതനും തന്ത്രിയുമായ വൻമേള PV വിശ്വനാഥൻ ശാന്തി, V ശിബുശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രശസ്ത വാസ്തുശാസ്ത്രജ്ഞനും ജ്യോതിഷനും തന്ത്രിയുമായ വൻമേള വിശ്വനാഥൻ ശാന്തി, അതുപോലെ തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ശാന്തിയുമായ ശ്രീ ശിവശാന്തി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. അവരോടൊപ്പം തന്നെ 25-ൽ പരം സഹകർമ്മികരും പങ്കെടുക്കുന്നുണ്ട്. അതായത് ഒരു ബലിപ്പുരയിലെ 2 ബലിപ്പുരയാണുള്ളത്. ഞങ്ങൾക്ക് 2 ബലിപ്പുരയിലായിട്ട് ഒരു നേരം തന്നെ 1000-ഓളം പേർക്ക് ഒരേ സമയത്ത് ബലിയിടാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അന്ന് 24-ാം തീയതി മിക്കവാറും ബസ് സമരമാണെങ്കിൽ ഞങ്ങൾ KSRTC സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യാനുസരണം KSRTC സ്പെഷ്യൽ സർവീസ് നടത്താമെന്ന് അവർ ഏറ്റെടുക്കുന്നു. ഒരേ സമയം 2000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തിലഹോമം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്താനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പൂജകൾക്ക് മേൽശാന്തി തൃക്കരിവ സുകുമാരൻ, നിത്യശാന്തി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം, അഞ്ചാലിമോട്, കുണ്ടറ എന്നിവിടങ്ങളിൽ നിന്നും വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് KSRTC ബസ് സർവീസുകളും നടത്തും. സ്വകാര്യ ബസ് സർവീസുകളും ഉണ്ടാകും. വാഹന പാർക്കിങ്ങിനും ദേവസ്വം സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റ് മങ്ങാട് സുബിൻ നാരായൺ, സെക്രട്ടറിമാരായ ഡോക്ടർ KV ഷാജി, DS സജീവ, ജോയിന്റ് സെക്രട്ടറി PN ആനന്ദക്കുട്ടൻ, V ശിബുശാന്തി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.